നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോൾ നടക്കുന്ന യൂറോപ്യൻ സന്ദർശനവും ഭാരതത്തിലെ ഇൻ്റലിജൻസ് സംവിധാനവും തമ്മിൽ എന്താണ് ബന്ധം? അതേപോലെ ആഗോളതലത്തിൽ തന്നെ വലിയ ഭീഷണിയാകുന്ന ഇസ്ലാമിക ഭീകരവാദവും ഈ സന്ദർശനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ രണ്ട് പ്രധാന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ചർച്ച ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, എന്തിനും ഏതിനും മോദിയെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ BJP വിരോധം, രാഷ്ട്രീയ വിരോധം, മതവിരോധം എല്ലാത്തിൻ്റെയും പേരിൽ മോദി ചെയ്യുന്നതിനെയും മോദി പറയുന്നതിനെയും നോക്കുന്നതിനെയും ഒക്കെ തെറി വിളിക്കുക, എല്ലാ അർത്ഥത്തിലും അധിക്ഷേപിക്കുക, അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ വീഡിയോ. കാര്യങ്ങൾ നിഷ്പക്ഷമായി, കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ബയസില്ലാതെ, മുൻവിധിയില്ലാതെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. മോദിയുടെ ഇപ്പോഴത്തെ വിദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില ആക്ഷേപങ്ങളാണ് ഇത്രയും പറയാൻ പ്രേരിപ്പിച്ചത്. അത് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളാണ് ഈ വിമർശനം തുടങ്ങി വെച്ചതെന്ന് തോന്നുന്നു. ഭാരതത്തിനുള്ളിൽ ആൾക്കാരോട് സ്വർണം മേടിക്കരുത്, യാത്ര ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ ശേഷം, സ്വന്തം നാട്ടുകാരോട് ഇങ്ങനെയൊക്കെ ഉപദേശിച്ച ശേഷം മോദി വിദേശത്ത് പോയി എന്നുള്ള കളിയാക്കൽ ആപ്പിൻ്റെ ട്വിറ്റർ ഹാൻഡിലുകളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അത് പിന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റെടുക്കാവുന്നവരെല്ലാം അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ അത്ഭുതമൊന്നുമില്ല. കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളവർ പോലും അല്ല ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. കാരണം മോദിയെ തെറി വിളിക്കുക, 4 തെറി വിളിക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാകുക, ഉറങ്ങാൻ പോവുക, ഇതാണ് ആൾക്കാർ ചെയ്യുന്നത്. അതെന്തും ആവട്ടെ. പക്ഷേ ഈ വിസിറ്റിനെ സംബന്ധിച്ച് ആദ്യത്തെ അതിൻ്റെ ഘട്ടമെന്ന് പറയുന്നത് UAE വിസിറ്റായിരുന്നു. ആദ്യം അതും കൂടി ചേർത്തായിരുന്നു ആക്ഷേപം. പക്ഷേ 2.5 മണിക്കൂർ കൊണ്ട് ഇപ്പോൾ തന്നെ ഭാരതവും UAEയും തമ്മിലുള്ള ട്രേഡ് എന്ന് പറയുന്നത് 5 ട്രില്യൺ ആണ് അതിൻ്റെ ഒരു നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു 5 ബില്യൺ 2.5 മണിക്കൂറിൻ്റെ ഒരു യാത്രയിൽ തന്നെ $5 ബില്യൺ ഒരു ട്രേഡ് എഗ്രിമെൻറ്റും പുതിയ സാധ്യതകളും ഒക്കെ തുറന്നു വെച്ചിട്ടാണ് മോദി UAEയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയതെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ വിമർശനം കെട്ടടങ്ങി. കാരണം UAE ആണ്, ഒരു പരിധിക്കപ്പുറത്തോട്ട് UAEയെ വിമർശിക്കാൻ പറ്റില്ല. മോദിയെ ചീത്ത വിളിക്കുന്ന പോലെ അവിടുത്തെ രാജാവിനെയോ അല്ലെങ്കിൽ UAE പ്രസിഡൻറ്റിനെയോ തെറി വിളിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതവിടെ ഒതുങ്ങി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ കയറി പിടിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇപ്പോൾ യൂറോപ്യൻ ടൂർ പോയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയാവുന്ന രാഷ്ട്രീയ മിത്രങ്ങളോ ശത്രുക്കളോ ആരും ആവട്ടെ, അദ്ദേഹം എന്തായാലും കാഴ്ചകൾ കാണാനും കാറ്റ് കൊള്ളാനും അല്ല വിദേശത്ത് പോകുന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഈ 12 വർഷം കൊണ്ട് മോദി ആഗോളതലത്തിൽ ഭാരതത്തിന് ഉണ്ടാക്കി കൊടുത്ത ഒരു ഇമേജ്, അല്ലെങ്കിൽ ഒരു വലിയ മാറ്റം, ഭാരതത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു ഇമേജ്, അവരുടെ ഒരു പെർസെപ്ഷൻ, ധാരണ, ഇതൊക്കെ മാറ്റി എഴുതുക മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ വിപ്ലവകരമായ മാറ്റം അത്തരം ചിന്തകളിൽ കൊണ്ടുവരാനും നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ചിന്തകളിൽ മാത്രമല്ല മാറ്റം, മറ്റെല്ലാ മേഖലകളിലും വലിയ തോതിൽ കോഓപ്പറേഷൻ കൊണ്ടുവരാനും വലിയ തോതിൽ ധാരണകൾ കൊണ്ടുവരാനും പരസ്പര സഹകരണം ഉറപ്പുവരുത്താനും മോദിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോയിരിക്കുന്ന ഈ യൂറോപ്യൻ ടൂർ, നെതർലൻഡ്സിലാണ് അദ്ദേഹം ആദ്യം എത്തിയത്. അതിനുശേഷം അദ്ദേഹം നോർഡിക് രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം അദ്ദേഹം ഇറ്റലി കൂടി സന്ദർശിച്ച് റോമിലെത്തിയ ശേഷമാണ് ഭാരതത്തിലേക്ക് മടങ്ങുക. ഈ നോർഡിക് രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് പ്രധാനമായിട്ട്. ഏതൊക്കെയാണ് ഈ നോർഡിക് രാജ്യങ്ങൾ? നോർഡിക് രാജ്യങ്ങളെന്ന് പറയുന്ന 5 രാജ്യങ്ങളാണ്. ഈ 5 രാജ്യങ്ങൾ നോർത്തേൺ യൂറോപ്പിലുള്ള, വടക്കൻ യൂറോപ്പിലുള്ള 5 രാജ്യങ്ങളാണ്. ഫിൻലൻഡ്, ഐസ്ലൻഡ്, ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ. ഈ 5 രാജ്യങ്ങളാണ് ഈ നോർഡിക് രാജ്യങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഈ രാജ്യങ്ങളുമായി സ്പെസിഫിക് ആയിട്ടുള്ള ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുമുള്ള കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് മോദി പോയിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം പോകേണ്ട യാത്രയായിരുന്നു. ആ യാത്ര ഫിക്സ് ചെയ്താണ്, ഒരു ഉച്ചകോടിയും അവിടെ ഫിക്സ് ചെയ്തതാണ്. പക്ഷേ ആ സമയത്താണ് ഭാരതത്തിൽ പാകിസ്ഥാൻ്റെ ഈ ആക്രമണം ഉണ്ടാകുന്നത്, പഹൽഗാം അറ്റാക്ക് ഉണ്ടാകുന്നത്, പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു വർഷം മാറ്റിവെച്ച ഒരു സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രധാനപ്പെട്ട മേഖലകളിൽ പരസ്പര സഹകരണം ഈ രാജ്യങ്ങളുമായി ഉറപ്പുവരുത്താനാണ് മോദി പോയിരിക്കുന്നത്. അത് 1 ട്രേഡാണ്, വ്യാപാരമാണ്. 2 ഇൻവെസ്റ്റ്മെൻറ്റാണ്, നിക്ഷേപമാണ്. 3 ഊർജ പ്രിസർവേഷൻ, എനർജി സെക്ടറാണ്. 4 ഡിഫൻസ് മേഖലയാണ്. ഈ 4 മേഖലകളിലും ഈ ഓരോ രാജ്യങ്ങളുമായിട്ടും
വലിയ തോതിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ വിസിറ്റിന് സാധിക്കുമെന്നാണ് വളരെ നിഷ്പക്ഷരായിട്ടുള്ള രാജ്യാന്തര നിരീക്ഷകരെല്ലാവരും പറയുന്നത്. പക്ഷേ ഈ സന്ദർശനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്, ഈ ലോകത്ത് വരുത്തി വെച്ച വലിയൊരു വിനയാണ്. എന്താണ് ആ വിന എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ആ ഒരു അപകടം എന്താണ്? ആ അപകടം മറ്റൊന്നുമല്ല, ലോകത്ത് ഒരു രാജ്യത്തിനും വേറൊരു രാജ്യത്തിനെ വിശ്വാസമില്ലാതായി മാറിയിട്ടുണ്ട്. ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിനെ വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ ഒരു ഇറാൻ ആക്രമണവും അതിനുശേഷം ഉണ്ടായ പ്രതിസന്ധിയും അത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിന്നുമൊക്കെ ഉണ്ടായതാണ് ഈ വിശ്വാസരാഹിത്യത്തിൻ്റേതായ ഒരു ജിയോ പൊളിറ്റിക്സ്, രാജ്യാന്തര രാഷ്ട്രീയമെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ ഒരു മേഖലയിലുണ്ടായിരിക്കുന്ന ഇത്. ഇപ്പോൾ ഏറ്റവും അവസാനം ചൈനയും അമേരിക്കയുമായിട്ട് ഡയറക്റ്റ് ചർച്ച നടന്നു. പ്രസിഡന്റ് ട്രംപ് ഒരു വലിയ പരിവാര സമേതം ചൈനയിലെത്തി, ബീജിങ്ങിലെത്തി, പ്രസിഡൻറ്റുമായിട്ട് കാണുന്നു, ചൈനീസ് പ്രസിഡൻറ്റുമായിട്ട് കാണുന്നു. അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ചൈനയിൽ നിന്ന് കിട്ടിയ എല്ലാ സമ്മാനങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം അതിനകത്തൊക്കെ ചാരപ്രവർത്തനത്തിന് ഉതകുന്ന ചൈനീസ് ഉപകരണങ്ങൾ കാണുമെന്നുള്ള ഭയം കാരണം. എലോൺ മസ്കിനെ പോലുള്ള വ്യവസായ പ്രമുഖർ ട്രംപിനോടൊപ്പം വന്നത് സ്വന്തം ഫോൺ അമേരിക്കയിൽ ഉപേക്ഷിച്ച് താൽക്കാലികമായി മറ്റൊരു ഫോണ് സിഗ്നലെല്ലാം ബ്ലോക്ക് ചെയ്യുന്ന ബാഗിൽ, പ്രത്യേകം തയ്യാറാക്കിയ ബാഗിലിട്ട് വന്നതാണെന്നും മറ്റൊരു റിപ്പോർട്ട് കണ്ടു. സത്യമാണോ എന്നറിയില്ല. എന്തായാലും ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഈ വലിയ തോതിൽ നടന്ന ഈ ഒരു ഉച്ചകോടി കൊണ്ട് കാര്യമായ പ്രയോജനം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് കാരണം ഈ വിശ്വാസരാഹിത്യത്തിൻ്റെ അന്തരീക്ഷമാണ്. ഈ വിശ്വാസരാഹിത്യം ചൈനയെയും അമേരിക്കയും മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്, തൈവാനെ ബാധിച്ചിട്ടുണ്ട്. തൈവാൻ എക്കാലവും കരുതിയിരുന്നത് അമേരിക്കൻ സംരക്ഷണം, ഒരു ജനാധിപത്യ സമൂഹം എന്നുള്ള നിലയിൽ അമേരിക്കയുടെ സംരക്ഷണം തൈവാൻ ഉണ്ടാകുമെന്നാണ്. എന്നാൽ പുല്ലുപോലാണ് പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റി ചൈനയുമായിട്ട് കൈകോർക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പറഞ്ഞത്. തൈവാൻ അതൊരു വലിയ വിശ്വാസ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് മാത്രമല്ല, യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം തുടങ്ങി അതിനുശേഷമുള്ള ഈ മാസങ്ങളിൽ യൂറോപ്യൻ യൂണിയന് പൂർണ്ണമായിട്ട് അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങൾ എന്നുള്ള നിലയിലാണ് ഇത്രയും കാലം യൂറോപ്യൻ യൂണിയൻ പ്രവർത്തിച്ചതെങ്കിൽ ഇനി അത് പോരാ, ഞങ്ങൾക്ക് സ്വതന്ത്രമായ നിലപാടുകളും സ്വതന്ത്രമായ വ്യാപാര ബന്ധങ്ങളും സ്വതന്ത്രമായ പാർട്ട്ണർഷിപ്പുകളും പങ്കാളിത്തവും ഉണ്ടാകണം എന്ന് യൂറോപ്യൻ യൂണിയൻ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ചിന്തകളിൽ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും സാധ്യത ഉള്ള ഒരു രാജ്യം ഭാരതമാണ്, ഒരു സംശയവും വേണ്ട. ആ ഒരു സ്പേസിലേക്ക് ഭാരതം ഇടിച്ചു കയറാൻ ശ്രമിക്കുകയാണ്, അത് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഫലങ്ങൾ നമ്മൾക്ക് ഉടൻ തന്നെ കണ്ടു തുടങ്ങാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളുമായിട്ടും ഭാരതത്തിന് ഇപ്പോൾ തന്നെ ബന്ധമുണ്ട്. ഭാരതവും യൂറോപ്യൻ യൂണിയനുമായി ഒരു FTA, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഓൾറെഡി നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് ശക്തിപ്പെടുത്തുക, ആ എഗ്രിമെൻറ്റുമായി മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ് മോദിയുടെ ഈ വിസിറ്റിൻ്റെ പ്രധാന ഒരു കാര്യം. ഇതിൽ തന്നെ ചില രാജ്യങ്ങളുമായി നമ്മൾക്ക് കൂടുതൽ ബന്ധങ്ങളുള്ളപ്പോൾ ചില രാജ്യങ്ങളുമായി നമുക്ക് ബന്ധം കുറവാണ്. നോർവേ ഒരു ഉദാഹരണമാണ്. രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 43 വർഷങ്ങൾക്ക് മുമ്പെങ്ങാണ്ടാണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് അവിടെ എത്തുന്നത്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുന്നത്. നോർവേ, സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾക്ക് വലിയ സ്കോപ്പുണ്ട് ഭാവിയിൽ വലിയ തോതിൽ പല മേഖലകളിലും സഹകരിക്കാൻ. ഈ രാജ്യങ്ങളെല്ലാം തന്നെ, ഞാൻ ഈ പറഞ്ഞ നോർഡിക് രാജ്യങ്ങളെല്ലാം തന്നെ ഓരോ മേഖലയിൽ അവർക്ക് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മുന്നേറ്റം ഭാരതത്തിനും ഉപയോഗപ്പെടുത്തുകയും പരസ്പര സഹകരണത്തിലൂടെ അവർക്കും ഭാരതത്തെ കൊണ്ട് ആവശ്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദർശനമാണിത്. അല്ലാതെ ഇത് കാറ്റ് കൊള്ളാൻ വേണ്ടിയോ കാഴ്ച കാണാൻ വേണ്ടിയോ പോയിട്ടുള്ളതല്ല. കാറ്റ് കൊള്ളാനും കാഴ്ച കാണാനും ദിവസം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ബാക്കിയുള്ള സമയമെല്ലാം ഫ്രീ ടൈം ആക്കിക്കൊണ്ട് പല പ്രധാനമന്ത്രിമാരും ഈ രാജ്യത്ത് നിന്ന് പോയിട്ടുണ്ട്. വിത്ത് ഫാമിലി പോയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ പടയും കൊണ്ടുപോയി അവർക്കെല്ലാവർക്കും വിമാനത്തിൽ വെച്ച് ലിക്കർ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നതെന്ന് മനസ്സിലാക്കുക. ഈ 5 രാജ്യങ്ങളിൽ പ്രധാനമായിട്ട് സ്വീഡൻ എടുത്തു കഴിഞ്ഞാൽ, സ്വീഡനിൽ ഏറ്റവും കൂടുതൽ വ്യാവസായിക ഇന്നൊവേഷൻസ്, കണ്ടുപിടുത്തങ്ങളും
വിപ്ലവകരമായ മാറ്റങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ തന്നെ സ്വീഡനിൽ തന്നെ ഡിഫൻസ് പ്രൊഡക്ഷൻ സ്വീഡനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഭാരതവുമായി ഉഭയകക്ഷി പങ്കാളിത്തം വരികയാണ് ഇമ്മീഡിയറ്റായിട്ട്. രണ്ടാമത് ഡെൻമാർക്കാണ്. സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഗ്രീൻ ടെക്നോളജി, ഊർജ്ജ സംരക്ഷണം, ഈ മേഖലകളിൽ ഡെൻമാർക്കുമായിട്ട് വലിയ തോതിൽ സഹകരിക്കാൻ ഭാരതത്തിന് സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെയുള്ള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ. ഇനി നോർവേയിലേക്ക് എടുത്തു കഴിഞ്ഞാലും നോർവേയ്ക്കായാലും ഫിൻലൻഡിന് ഡിജിറ്റൽ ടെക്നോളജിയിൽ ഫിൻലൻഡ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. അതുപോലെ ബ്ലൂ എക്കോണമി എന്ന് നമ്മൾ വിളിക്കുന്ന മേഖല, അതായത് ഡെവലപ്മെൻറ്റ്, സമുദ്രവുമായി ബന്ധപ്പെട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ സസ്റ്റൈനബിളായിട്ട് അവയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസന മോഡലിനെയാണ് ബ്ലൂ എക്കോണമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് കോസ്റ്റൽ ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ വലിയ തോതിൽ കണ്ടുപിടുത്തങ്ങളും വലിയ തോതിൽ റിസർച്ചും നടത്തിയിട്ടുള്ള രാജ്യമാണ് നോർവേ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഓരോ രാജ്യങ്ങൾക്കും വലിയ തോതിൽ പ്രാധാന്യമുണ്ട്. ഇനി നെതർലൻഡ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, നെതർലൻഡ്സ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. 11ാമതാണ് ഭാരതവുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിൽ നെതർലൻഡ്സിൻ്റെ സ്ഥാനം. നെതർലൻഡ്സിൽ 11ാമതാണ് ഭാരതത്തിൻ്റെ സ്ഥാനം. നമ്മളുടെ ഒരു എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ, കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന 3ാമത്തെ രാജ്യമാണ് നെതർലൻഡ്സ്. എന്ന് മാത്രമല്ല, നെതർലൻഡ്സുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് യൂറോപ്പുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ഗേറ്റ് അല്ലെങ്കിൽ ഒരു വാതിലാണ് തുറന്നു തരുന്നത്. അതുപോലെ ഭാരതത്തിൽ തന്നെ 4ാമത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ നെതർലൻഡ്സാണ്. നെതർലൻഡ്സിൻ്റെ ഏതാണ്ട് 300ഓളം കമ്പനികൾ ഭാരതത്തിലുണ്ട്. ഫിലിപ്സ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഭാരതത്തിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സ്വീഡൻ്റെ കാര്യം പറഞ്ഞു. സ്വീഡൻ്റെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. സ്വീഡൻ്റെ രാജ്യത്തിൻ്റെ GDPയിലെ 3% അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കുന്ന രാജ്യമാണ്. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവേഷണത്തിനും കണ്ടുപിടുത്തങ്ങൾക്കും വേണ്ടി അത്രമാത്രം പൈസ മാറ്റിവെക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അത് ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയിൽ എല്ലാ അർത്ഥത്തിലും നമുക്ക് വലിയ തോതിൽ സഹകരണം ഉണ്ടാവും. ഇനി ഇത് മാത്രമല്ല, ഈ ഭാരതവുമായി ഇപ്പോൾ നമ്മൾ ഈ നോർഡിക് കൗൺസിലുമായിട്ടോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായിട്ടോ മാത്രമല്ല ഈ സന്ദർശനത്തിൽ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. എഫ്റ്റ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ തന്നെ ഒരു സംഘടനയുണ്ട്. അത് ട്രേഡിന് വേണ്ടിയിട്ട് മാത്രമുള്ള സംഘടനയാണ്. അതിൽ യൂറോപ്യൻ യൂണിയനിൽ ഇല്ലാത്ത ചില രാജ്യങ്ങൾ കൂടിയുണ്ട്. അവരുമായിട്ട് സഹകരണം വരുന്നുണ്ട്. അതുപോലെ ആർട്ടിക് കൗൺസിലുമായിട്ട് ബന്ധം വരുന്നുണ്ട്. ആർട്ടിക് കൗൺസിൽ കുറച്ചുകൂടി വിശാലമായ ഒരു രാജ്യാന്തര സമിതിയാണ്. ആ സമിതിയിൽ ഈ നോർഡിക് രാജ്യങ്ങൾ കൂടാതെ വേറെ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അതായത് അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, അതുപോലെ കാനഡയുണ്ട്. ആ രാജ്യങ്ങളുമായിട്ട് കൂടി വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ചർച്ചകളിലൂടെ നമ്മൾക്ക് സാധിക്കും. കാരണം ഇത് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന മേഖലയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭാരതത്തിന് വളരെ കൃത്യമായി ഗുണപരമാകുന്ന, ഈ ലോകം മുഴുവൻ ഇപ്പോൾ ഊർജ്ജ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഭാരതത്തിന് സമാന്തര മാർഗങ്ങൾ നോക്കേണ്ട അവസ്ഥയുണ്ട്. അതിനുവേണ്ടി ഡിഫൻസ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി, സമുദ്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ടെക്നോളജി വികസിപ്പിക്കുന്നതിനു വേണ്ടി, വ്യാപാര ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. ഇതൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ആഗ്രഹമോ ഇല്ലാത്തവരാണ് കണ്ണുമടച്ച് മോദിയെ തെറി വിളിക്കുന്നത്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഈ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സെറ്റപ്പും അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഭീഷണിയുമായിട്ട് ഈ വിസിറ്റിന് എന്താണ് ബന്ധം? ഈ വിസിറ്റിന് അങ്ങനെയും ഒരു പ്രാധാന്യമുണ്ട്. യൂറോപ്യൻ യൂണിയനുമായി ഈ കഴിഞ്ഞ ജനുവരി 27 സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ഭാരതം ഒപ്പുവെക്കുന്നത്. അതായത് പ്രതിരോധ മേഖലയിലും സുരക്ഷാ മേഖലയിലും ഭാരതവുമായിട്ടുള്ള പരസ്പര സഹകരണത്തിന് വേണ്ടി യൂറോപ്യൻ യൂണിയൻ ഒപ്പിട്ട കരാറാണ്. ഈ കരാർ പ്രകാരം ഇത് ഒരു കൂട്ടർ മാത്രമല്ല ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാക്കുന്നത് 2 കൂട്ടരുമാണ്. അതായത് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളും ഭാരതവും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇൻ്റലിജൻസ് ഷെയറിംഗ് ആണ്. വിവരങ്ങൾ പരസ്പരം കൈമാറുക, അന്വേഷണങ്ങളിൽ പരസ്പരം ബന്ധപ്പെടുക, പരസ്പരം സഹകരിക്കുക, അല്ലെങ്കിൽ കുറ്റവാളികളെ പിടികൂടാൻ പരസ്പരം സഹായിക്കുക. ഇത്തരം മേഖലകളിലും
റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മേഖലയിലും വലിയ തോതിൽ സഹകരണം ഉറപ്പുവരുത്തുന്ന ഒരു കരാറാണ് ഈ SDP കരാർ. അത് ജനുവരി 2026 രണ്ട് രാജ്യങ്ങളും ഒപ്പിട്ട കരാറാണ്. ആ കരാറിൻ്റെ ഫർദറായിട്ടുള്ള ഡെവലപ്മെൻറ്റിനും ഇംപ്ലിമെൻറ്റേഷനും കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ട്. അതിനുള്ള ടീം അംഗങ്ങളും ഇപ്പോൾ പ്രധാനമന്ത്രിയോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇറ്റലിയിലേക്കാണ് പോകുന്നത്. ഇറ്റലിയിലെ പ്രൈം മിനിസ്റ്റർ മെലോണിയുമായിട്ട് അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായ ബന്ധം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇറ്റലി പല ആൾക്കാർക്കും അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഒരു രാജ്യം കൂടിയായിട്ട് ഇറ്റലി മാറിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും വ്യാവസായിക ശക്തി എന്നുള്ള നിലയിൽ ഇറ്റലി യഥാർത്ഥത്തിൽ ബ്രിട്ടനെയൊക്കെ കവച്ചു വെച്ച് വളരെ മുമ്പോട്ട് പോയിട്ടുണ്ട് അത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ഇറ്റലിയുമായിട്ടുള്ള സഹകരണം ഇതിന് പുറത്ത് മറ്റൊരു മേഖലയായിട്ട് കൂടി വികസിക്കും. അത് തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയേണ്ട കാര്യമാണ്. ഇത്രയും തന്നെ പറയാൻ കാരണം ഒരു വല്ലാത്ത അമർഷം തോന്നിയതുകൊണ്ടാണ്. കാരണം ഈ 12 വർഷം ഒരു ദിവസം പോലും അവധിയെടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, കുടുംബമില്ല, മറ്റ് യാതൊന്നുമില്ല, ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹം ഈ തിരക്കുകൾക്കും ഈ ബഹളങ്ങൾക്കും എല്ലാം ഇടയിൽ അനിശ്ചിതത്വമാണ് ലോകമാകെ, സമാധാനമില്ല, സംഘർഷങ്ങൾ നടക്കുന്നു, നമ്മൾക്ക് വലിയ ഊർജ്ജ പ്രതിസന്ധി ഉൾപ്പെടെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകുന്നു. ഇതിനിടയിൽ അദ്ദേഹം സമയം കണ്ടെത്തി ഈ പറയുന്ന രാജ്യങ്ങളിലേക്കല്ല ഈ ഓട്ടപ്രദർശനം നടത്തുന്നത്. അതിനെ പോലും ഒരു അർത്ഥവുമില്ലാതെ വിമർശിക്കുന്നു എന്ന് കാണുമ്പോഴുള്ള ഒരു പ്രതികരണമായിട്ട് മാത്രം ഈ വീഡിയോ എടുക്കുക. ഈ വിഷയങ്ങൾ, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിൽ തീർച്ചയായിട്ടും എല്ലാവരും റിസർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് ശേഷം നമ്മൾക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.